വിശദമായ വാർത്തകൾ നോക്കാം. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ്. ഉച്ചയ്ക്ക് 3 മണിക്ക് എറണാകുളം നോർത്ത് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് ഷൈന്റെ അച്ഛൻ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് പോലീസ് നടന്റെ തൃശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത്. ബുധനാഴ്ച രാത്രിയാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. ഏതാണ്ടൊരു ഷൈൻ ടോം ചാക്കോ സിനിമ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. അതായത് ഒരു കാര്യവുമില്ലാതെ ഒരാൾ ഇറങ്ങി ചാടി ഓടി അതിസാഹസികമായി പോകുമ്പോൾ ഇപ്പം കുരുക്ക് എന്തിനാണ് ഓടിയതെന്ന് വിശദീകരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നോ എന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നലെ പോലീസിന് മുന്നിൽ കുടുംബം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ന് ഷൈൻ ടോം ചാക്കോ കേരളത്തിൽ ഇല്ലെന്നാണ് ഇന്നലെയൊക്കെ നമുക്ക് കിട്ടിയിരുന്ന സൂചനകൾ. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, എന്തായാലും ഇന്ന് ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്കായിരിക്കും. പോലീസിന് മുന്നിൽ ആ ഓട്ടം നിന്നേ മതിയാകൂ. എന്തിനാണ് അന്ന് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയതെന്നിൽ കൃത്യമായിട്ടൊരു വിശദീകരണം ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകിയേ മതിയാകൂ. അതിൽ ആ ഒരു മറുപടിയിൽ തൃപ്തരല്ല എങ്കിൽ വരും ദിവസങ്ങളിലും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ കൂടിയാണ് പോലീസിന്റെ തീരുമാനം. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം ചില രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CCTV ദൃശ്യങ്ങളാണ്. ഈ ഹോട്ടലിലെ അന്ന് ഷൈൻ ടോം ചാക്കോയെ കാണാൻ ആരൊക്കെ വന്നു എന്നതിൽ കൃത്യമായിട്ടുള്ളൊരു CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അതിൽ നിന്നായിരിക്കും ഷൈൻ ടോം ചാക്കോയോട് പ്രധാനമായുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതോടൊപ്പം ഷൈന്റെ ചില കോൾ ലിസ്റ്റുകളിലെ സംശയാസ്പദമായ ചില ആളുകളെയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കും. അന്ന് ഷൈൻ ടോം ചാക്കോയെ ഹോട്ടലിൽ ആരൊക്കെ സന്ദർശിച്ചു എന്നും ഉള്ള ലിസ്റ്റൊക്കെ പോലീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഷൈൻ ടോം ചാക്കോയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി തേടി തന്നെയാണ് പോലീസ് ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്നാണ്, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. സിറ്റി ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുക. പക്ഷേ വൈകിട്ട് 3 മണിക്ക് മാത്രമേ ഹാജരാകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഷൈന്റെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷൈൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ ആണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നിന്ന് എത്തേണ്ട ഒരു ദൂരം അത് കുടുംബത്തിന് പോലും അറിയില്ല ഷൈൻ ഇപ്പോൾ എവിടെയാണെന്ന്. കേരളത്തിന് പുറത്താണെന്ന് മാത്രമാണ് കുടുംബത്തിനും അറിയാവുന്നത്. ഇപ്പോൾ സഞ്ചരിച്ച് എത്തേണ്ട ഒരു സമയം, അതുകൊണ്ട് ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഷൈൻ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുക എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അത് നമുക്കറിയില്ല. ചിലപ്പോൾ രാവിലെ തന്നെ ഷൈൻ ഹാജരായേക്കാം. ഷൈനാണ്, എന്താണ്, എപ്പോഴാണ് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ എന്തായാലും രാവിലെ 10 മണി മുതൽ തന്നെ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളതെന്നാണ് ഉറ്റുനോക്കേണ്ടത്. ഈ മറുപടിയിൽ അത് തൃപ്തമല്ലെങ്കിൽ മാത്രമായിരിക്കും തുടർ നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ മറ്റ് കേസുകളൊന്നും ഇല്ലാത്തതിനാൽ എന്തിനോടി എന്ന ചോദ്യത്തിനായിരിക്കും പോലീസ് പ്രധാനമായും ഉത്തരം തേടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ നേരെ ഷൈന്റെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം നോട്ടീസ് കൈമാറിയത്. ആ നോട്ടീസ് നൽകിയതിനു ശേഷമാണ് പോലീസിനോട് 3 മണിക്ക് ശേഷം ഷൈൻ ഹാജരാകുമെന്ന മറുപടി പിതാവ് നൽകിയത്. ഒപ്പം കുടുംബം പറയുന്നത് ഷൈൻ ടോം ചാക്കോയെ കഴിഞ്ഞ 10 വർഷമായി വേട്ടയാടുകയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള വിശദീകരണമാണ്. പക്ഷെ അപ്പോഴും ഉള്ള സംശയം, അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് രാത്രി 10:30 ഹോട്ടലിൽ നിന്നും പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയത്? 2 സംശയങ്ങളാണ് പോലീസിനുള്ളത്. ഒന്നെങ്കിൽ ഷൈന്റെ കയ്യിൽ ലഹരി ഉണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ടായിരിക്കും ഒരു പരിശോധനയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് പേടിച്ചായിരിക്കും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതിലെന്തായാലും ഒരു കൃത്യത ഇന്ന് അറിയാൻ കഴിയും. 2 അഭിഭാഷകരെ, ക്രിമിനൽ അഭിഭാഷകരുടെ നിയമോപദേശം ഷൈൻ ടോം ചാക്കോ തേടിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി പഠിച്ച് തന്നെയായിരിക്കും ഇന്ന് പോലീസിന് മുന്നിലും ഷൈൻ ടോം ചാക്കോ ഹാജരാകുക. ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികൾ അത് ഏത് വിധത്തിലാകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പോലീസ് എന്തായാലും ആദ്യം ഷൈൻ ടോം ചാക്കോയെ കിട്ടട്ടെ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അതിൽ സംതൃപ്തരാണെങ്കിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. ശരി നവമി, അത് ഒരു സൈഡിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഷൈനെതിരെ ഒരു പരാതി വിൻസി അലൂഷ്യസ് നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ എന്ത് നടപടികളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. അത് അമ്മയുടെ ഒരു റിപ്പോർട്ട് ഇന്നലെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവർക്കും
ഷൈനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ആരോപിതനായ വ്യക്തിയോട് സംസാരിക്കാതെ റിപ്പോർട്ട് കൊടുക്കാനും കഴിയില്ലല്ലോ. അതൊന്ന്. ഫിലിം ചേംബറിന്റെ നടപടികൾ മറ്റൊരു വശത്ത്. ആ ഫിലിം ചേംബറിന് മുന്നിൽ ഒരുപക്ഷെ തിങ്കളാഴ്ച ഷൈൻ ഹാജരായേക്കും, എന്നിട്ട് വിശദീകരണം നൽകിയേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നല്ലോ. അത്തരം ചർച്ചകൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രീജ, തിങ്കളാഴ്ചയാണ് ഫിലിം ചേംബറിന്റെ യോഗം ചേരുക. ആ യോഗത്തിലായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാം എന്നതിലൊരു തീരുമാനമുണ്ടാകുക. കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് താൽക്കാലികമായെങ്കിലും ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനായിരിക്കും തീരുമാനം. കാരണം ഒരു പരാതിയാണ് നടി നൽകിയത്, അത് ഗുരുതരമായിട്ടുള്ള പരാതി. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി വരുന്നത് ഇതാദ്യമായിട്ടുമല്ല, മുൻപുമൊക്കെ പല തവണ പരാതി നൽകിയിട്ടുണ്ട്. അതിലൊന്നും നടപടി എടുത്തിട്ടില്ല. പക്ഷെ ഇത് സർക്കാർ കൂടി ഇടപെട്ട സ്ഥിതിക്ക്, അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സിനിമാ സംഘടനകളിലും തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് യോഗം ചേരും. യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക. താൽക്കാലികമായിട്ടെങ്കിലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക. ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റുകൾ അത് സിനിമാ നിർമ്മാതാവും സംവിധായകരും തീരുമാനമെടുത്തിട്ട് ഷൈനെ മാറ്റി നിർത്തുന്നെങ്കിൽ നിർത്തിക്കോട്ടെ, അല്ലാതെ പുതിയ പ്രോജക്റ്റുകൾ ഷൈനുമായി സൈൻ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും, അങ്ങനെ ഒരു നിർദ്ദേശമായിരിക്കും ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ ഫിലിം ചേംബർ നൽകുക. മറ്റൊന്ന്, ഈ സൂത്രവാക്യം സിനിമയുടെ ICC കംപ്ലൈന്റ്, ആ സിനിമയിലായിരുന്നു ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതെന്നാണ് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. ആ ഒരു ഘട്ടത്തിൽ ആ സിനിമയുടെ ICC കംപ്ലൈന്റിന് മുന്നിൽ തിങ്കളാഴ്ച ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അപ്പോഴും ഷൈൻ ടോം ചാക്കോയുടെ മറുപടി ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. കുടുംബം പറയുന്നത് ഈ അന്വേഷണവുമായി, ഏത് അന്വേഷണവുമായി ഷൈൻ തീർച്ചയായും സഹകരിക്കുമെന്നാണ്. അങ്ങനെയാണ് ഇന്നും പോലീസിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ എത്തുമെന്ന് കുടുംബം പറഞ്ഞ് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ തിങ്കളാഴ്ചത്തെ ICC കമ്മിറ്റിക്ക് മുന്നിലും ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് തന്നെയാണ് അച്ഛൻ ഇന്നലെയും പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കംപ്ലൈന്റ് ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഷൈൻ എത്തി എന്ത് മറുപടിയാണ് അവിടെ നൽകുന്നത് എന്നതും ഏറെ നിർണായകമാണ്. കാരണം കൃത്യമായിട്ടുള്ള പരാതിയാണ് നടി സിനിമാ സംഘടനകൾക്ക് നൽകിയത്. അമ്മ സംഘടനയെ സംബന്ധിച്ച് ഈ വിൻസി അതിൽ അംഗമല്ലെങ്കിൽ കൂടിയും സഹപ്രവർത്തക എന്ന നിലയ്ക്ക് വിൻസിക്ക് നേരിട്ട ദുരനുഭവം അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം തേടുന്നതിന് വേണ്ടി അമ്മ ബന്ധപ്പെട്ടത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്ന് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കുടുംബം പറഞ്ഞത് ഇന്നലെ തന്നെ അമ്മയ്ക്ക് മറുപടി നൽകുമെന്നാണ്. പക്ഷേ ഈ നിമിഷം വരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത്. എന്തായാലും ഉടനെ തന്നെ മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും കാലതാമസമില്ലാതെ, അതായത് തിങ്കളാഴ്ചയോടുകൂടി തന്നെ അമ്മയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു താൽക്കാലിക കമ്മിറ്റിയാണ് ഇപ്പോൾ അമ്മയിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ല ഒരു തീരുമാനമെടുക്കാൻ. ജനറൽ ബോഡി ആണെങ്കിൽ കൂടുന്നത് പോലും ഇനി സമയം കിടക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും പോകാൻ എന്തായാലും അമ്മയ്ക്ക് കഴിയില്ല. പക്ഷെ ഫിലിം ചേംബർ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നതാണ് അക്കാര്യത്തിലുള്ള ആകാംക്ഷ. എന്തായാലും ഇന്നത്തെ ദിവസം ഉദ്വേഗം മുഴുവൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എങ്ങനെയായിരിക്കും ഷൈൻ വരിക, എന്തായിരിക്കും ഷൈൻ്റെ സ്റ്റൈൽ എന്നൊക്കെ കാണാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.